كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അനുസരിച്ച് ജീവിച്ച് അവൻ്റെ സ്വർഗാവകാശികളായി മാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2015 സെപ്റ്റംബർ 2-ാം തീയതി തുർക്കിയിലെ ബോഡ്രം എന്ന് പറയുന്ന ഒരു തീരത്ത്, ഒരു ബീച്ചിൽ ഒരു ചെറിയ കുട്ടിയുടെ മൃതദേഹം വന്നടിയുന്ന ഒരു ചിത്രം നാം പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഐലൻ കുർദി എന്ന് പറയുന്ന ഒരു 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുടെ മൃതശരീരമായിരുന്നു ആ തീരത്ത് വന്നടിഞ്ഞത്. ഒരു ചുവന്ന കുപ്പായവും കരിനീല ട്രൗസറും ഇട്ട ആ കുട്ടിയുടെ ചിത്രം പിന്നീട് വലിയ ചർച്ചയായി. അവന്റെ മൃതദേഹം വന്ന് അടിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം തന്നെ അവന്റെ അമ്മയുടെയും അവന്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെയും ഒക്കെ മൃതശരീരം ഇതുപോലെ കുറച്ചപ്പുറത്തുള്ള തീരത്ത് അടിയുകയാണ്. ഈ ചിത്രം പിന്നീട് വലിയ ചർച്ചയായതുകൊണ്ട് തന്നെ ഗ്രീസിലേക്ക് പലായനം ചെയ്യുന്നതിനിടയിൽ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ട അഭയാർത്ഥികളിൽപ്പെട്ട ആളുകളാണ് ഈ മരണപ്പെട്ടവരെല്ലാം എന്നതാണ് പിന്നീട് പഠനത്തിൽ നിന്ന് മനസ്സിലായത്. ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയും പിന്നീട് ബ്രിട്ടനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ തീരങ്ങൾ അഭയാർത്ഥികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വലിയ സമ്മർദ്ദങ്ങൾ പിന്നീട് ഉണ്ടാവുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏകദേശം 10 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അഭയാർത്ഥികൾ എന്നത് എപ്പോഴും നമുക്ക് വലിയ നൊമ്പരമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്നും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന എത്രയോ സഹോദരങ്ങൾ ഫലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേടിയോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നത് നമ്മൾ വായിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രത്തിലും അത്തരത്തിൽ ഏറെ വേദനാജനകമായ വൈകാരികമായ ഒരു ചരിത്രം, ഹിജ്റ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന, നമ്മളെവരും വായിച്ചിട്ടുള്ള, നമ്മളെവരും കേട്ടിട്ടുള്ള ഒരു ചരിത്രം ഇസ്ലാമിന് പറയാനുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും
അറേബ്യയിലുള്ള എല്ലാവർക്കും എല്ലാ നിലയ്ക്കും മാതൃകയായി തീർന്ന മഹാമനീഷി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് നുബുവത്ത് ലഭിക്കുന്ന 40-ാമത്തെ വയസ്സിന് മുമ്പും അറേബ്യയിൽ, മക്കയിൽ എല്ലാവർക്കും വലിയ മാതൃകയായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് അൽ അമീനായ മുഹമ്മദിന്റെ അടുക്കൽ പോയാൽ മതി, മുഹമ്മദ് അതിനൊരു പരിഹാരം കണ്ടെത്തി തരും. മുഹമ്മദ് ആരോടും ഒരു കൂറുള്ള ആളല്ല, സത്യസന്ധനാണ്, നീതിമാനാണ്, അൽ അമീനാണ് എന്നായിരുന്നു പ്രവാചകനെ അവിടെ നുബുവത്തിന് മുമ്പ് എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ അതുപോലും മറന്നുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കിലേക്ക്, ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ പോലും അത് മുഹമ്മദിന്റെ അടുത്ത് പോയാൽ മതി, പരിഹാരം ഉണ്ടാകും എന്നവർക്കൊക്കെ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ 40-ാമത്തെ വയസ്സിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചു എന്നും ആകാശത്ത് നിന്ന് എന്തോ വെളിപാട് വന്നു എന്നും പറഞ്ഞതിന് ശേഷം ഖുറൈശികളുടെ അല്ലെങ്കിൽ മക്കയിലുള്ളവരുടെ അവരുടെ സമീപനം മാറുകയാണ്. റസൂലിനെ അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി, ഒറ്റപ്പെടുത്താൻ തുടങ്ങി, മാറ്റി നിർത്താൻ തുടങ്ങി. റസൂലിനെ പല കാര്യങ്ങൾക്കും ആക്ഷേപിക്കാനും പരിഹസിക്കാനും തുടങ്ങി. ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ പോലും തന്റെ എളാപ്പയായ അബൂ ലഹബ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് കളിയാക്കി, താങ്കൾ വാലറ്റവനാണ്, അബുദ്ധറാണ് എന്ന് വരെ പറഞ്ഞ് കളിയാക്കുന്ന, അത്രമേൽ വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ നിന്നില്ല, ശാരീരികമായി പോലും പല സമയത്തും വേദനിപ്പിക്കുന്ന അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല, പ്രവാചകനിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ സ്വഹാബിമാരായ ആളുകൾക്ക് പോലും അത്രമേൽ വലിയ പ്രയാസങ്ങൾ അവിടെ നേരിടേണ്ടി വരികയാണ്. എന്തിന് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവർ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച്, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി എന്നതും ആ തൗഹീദ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ഈ ദീൻ വ്യാപിക്കുകയാണ് എന്നതുമായിരുന്നു അവരുടെ വലിയ പ്രശ്നം. അങ്ങനെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പീഡനങ്ങളും വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ട് അവർക്ക് മക്കയിൽ ഒരു നിലയ്ക്കും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ നിലയ്ക്കും പ്രയാസപ്പെടുത്തി, ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ ഒറ്റപ്പെടുത്തി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് മനം മടുത്തൊരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അനുവാദം ഇസ്ലാമിക സമൂഹത്തിന് നൽകുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹിജ്റയ്ക്കുള്ള ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഹിജ്റ എന്നാൽ വെടിയുക, ഉപേക്ഷിക്കുക എന്നെല്ലാമാണ് അർത്ഥം. അതല്ലാതെ പലായനം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്നതല്ല അർത്ഥം. എന്തോ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് ഒഴിവാക്കി പോവുക എന്നതാണ് ഹിജ്റയുടെ അർത്ഥം. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ നടക്കുന്നത്, ഒരുപാട് ഹിജ്റകൾ നടന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ നടക്കുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ, അന്നത്തെ യസ്രിബിലേക്ക് യാത്ര ചെയ്ത ഒരു ഹിജ്റയാണ് ഇന്നും ചരിത്രത്തിൽ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഹിജ്റ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും തങ്ങൾക്ക് ഹിജ്റയ്ക്കുള്ള അനുവാദം ലഭിച്ചു എന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ അവർ യാത്ര തിരിക്കുകയാണ്. അതൊരു കേവല യാത്രയായിരുന്നില്ല, മറിച്ച് ഒരു പറിച്ചു നടലായിരുന്നു, ഒരു നാടുകടത്തലായിരുന്നു. തങ്ങൾക്ക് മദീനയിലേക്ക് പോയാൽ എന്തെങ്കിലും ഒരു ജോലി അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് പോയതല്ല. അവിടെ പോയാൽ വലിയ സ്ഥാനമാനങ്ങളോ കുടുംബമോ നേട്ടമോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചല്ല. അവിടെ പോയാൽ വലിയ കൂടുതൽ വിവാഹം കഴിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അവിടെ പോയാൽ അതൊരു സുഖവാസ കേന്ദ്രമാണ്, ഇനി അങ്ങോട്ട് ആസ്വദിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല, മറിച്ച് മനം മടുത്തിട്ടാണ് ആ യാത്ര പോകുന്നത്. ഇവിടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് പോലെ അല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം അഅലമു ദറജതൻ ഇൻദല്ലാഹ് ഉലൈക ഹുമുൽ ഫായിസൂൻ. അവരെല്ലാം ഒഴിവാക്കി പോയ ആളുകളാണ്. അവരുടെ സമ്പത്തും സന്താനങ്ങളും കുടുംബങ്ങളും എല്ലാം ഒഴിവാക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നതിന് വേണ്ടി മാത്രം മക്കയിൽ നിന്നും മദീനയിലേക്ക്, യത്രിബിലേക്ക് ഹിജ്റ അല്ലെങ്കിൽ പലായനം നടത്തിയ ആളുകളാണ് അവരെല്ലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മക്കയിൽ നിന്നും യാത്രയായ ഈ ഒരു സംഘത്തിന്റെ പേരിൽ ഒരുപാടധികം പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി ഹിജ്റ നടത്തിയ അല്ലെങ്കിൽ ഈ യാത്ര നടത്തിയ കുടുംബത്തിൽപ്പെട്ട ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത് അബൂ സലമയുടെ കുടുംബമാണ്. ആദ്യമായി ഹിജ്റ ചെയ്യുന്ന കുടുംബം അബൂ സലമയുടെ കുടുംബമാണ്. അതൊരു വലിയ കുടുംബമൊന്നും ആയിരുന്നില്ല. അബൂ സലമ എന്ന പിതാവും സലമ എന്ന തന്റെ ചെറിയ മകനും അതുപോലെ ഉമ്മു സലമ എന്ന തന്റെ ഭാര്യയുമായിരുന്നു ആ 3 അംഗ കുടുംബത്തിനുണ്ടായിരുന്നത്. ഈ കുടുംബം അള്ളാഹുവിന്റെ കൽപ്പന ലഭിച്ചതിന് ശേഷം പ്രവാചകനും സഹാബത്തും ഒക്കെ യാത്ര തിരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം അവരും യാത്ര പുറപ്പെടുകയാണ്. അബൂ സലമ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് തന്റെ ചോര പൈതലിനെയും തന്റെ പ്രിയതമയെയും കയറ്റിക്കൊണ്ട് ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് അങ്ങനെ യാത്ര ചെയ്യാൻ. ആ യാത്ര കുറച്ചു ദൂരം പോയപ്പോൾ ഇവർ ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ
വിശ്വാസികളല്ലാത്ത മുശ്രിക്കുകളായ അവരുടെ കുടുംബം, അബൂ സലമയുടെ കുടുംബം ഈ വാർത്ത അറിഞ്ഞു. അവർ ഇവരുടെ അടുക്കലേക്ക് പാഞ്ഞടുക്കുകയാണ്. ഇതേ വാർത്ത അറിഞ്ഞ ഉമ്മു സലമയുടെ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബവും ഈ വാർത്ത അറിഞ്ഞു. അവരും ഇവരെ പിന്തുടർന്നുകൊണ്ട് മരുഭൂമിയിലേക്ക് ഇങ്ങനെ വരികയാണ്. കുറച്ചു ദൂരം എത്തിയപ്പോൾ ഇവരെ കണ്ടുകിട്ടി. ആദ്യം കണ്ടത് ഉമ്മു സലമയുടെ കുടുംബമായിരുന്നു. അവർ പറഞ്ഞു, അബൂ സലമ, താങ്കളുടെ വിശ്വാസപ്രകാരം താങ്കൾക്ക് വേണമെങ്കിൽ പോകാം, അത് താങ്കളുടെ ഇഷ്ടമാണ്. പക്ഷേ ഉമ്മു സലമ എന്ന ഈ പെൺകുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവളാണ്, അതുകൊണ്ട് അവളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, താങ്കൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഉമ്മു സലമയെ അവർ അവരുടെ കൂടെ കൂട്ടി തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇതറിഞ്ഞപ്പോ അന്ന് ഗോത്രങ്ങൾ തമ്മിൽ ശത്രുതയുള്ള സമയമാണ്. അബൂ സലമയുടെ ഗോത്രവും ഇതേപോലെ അബൂ സലമയെ തേടി വരികയാണ്. അബൂ സലമയും തന്റെ കുഞ്ഞും മാത്രം ഉണ്ടാവുന്ന സമയം. അങ്ങനെ അബൂ സലമയുടെ അടുക്കിലേക്ക് വന്ന് തന്റെ കുഞ്ഞിനെ ചൂണ്ടിക്കൊണ്ട് അവർ പറയാണ്, അബൂ സലമ, താങ്കൾക്ക് പോകാം, അത് താങ്കളുടെ ഇഷ്ടം. എന്നാൽ ഈ കുഞ്ഞുണ്ടല്ലോ, ഈ ചെറിയ കുട്ടി, ആ കുട്ടി ഞങ്ങളുടെ ഗോത്രത്തിന്റെ ചോരയിൽപ്പെട്ട ചെറിയ കുട്ടിയാണ്, ആ കുട്ടി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറിച്ചു വാങ്ങി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ വലിക്കുന്ന സമയത്ത് ആ ചെറിയ കുട്ടിയുടെ കൈയിന്റെ ഒരറ്റം പറഞ്ഞു പോയി എന്ന് വരെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് അവർ അവരുടെ ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ ആ കുടുംബം ഒറ്റപ്പെട്ട് 3 അംഗ കുടുംബം ഒരു ഉമ്മു സലമ എന്നത് അവരുടെ കുടുംബത്തിലേക്കും ആ ചെറിയ കുട്ടി അബൂ സലമയുടെ കുടുംബത്തിലേക്കും അബൂ സലമ തന്റെ വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് മദീനയിലേക്കും യാത്ര ചെയ്യുന്ന മൂന്ന് ഭാഗത്തേക്ക് പോകുന്ന ഒരു ചരിത്രമാണ് ഒന്നാമത്തെ ഹിജ്റയുടെ കുടുംബത്തെ പറ്റി നമുക്ക് വായിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവർ പോയത് അവരുടെ വിശ്വാസം എന്ന ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമായിരുന്നു. അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ ഉമ്മു സലമ എന്ന തന്റെ ഭാര്യ അവർ പറയുന്നുണ്ട്, അബൂ സലമ, താങ്കൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല, താങ്കൾക്ക് താങ്കളുടെ വിശ്വാസം കൂടെയുള്ളിടത്തോളം കാലം താങ്കളൊന്നും ഭയക്കേണ്ടതില്ല, ധൈര്യമായി പോയിക്കോളൂ എന്ന് പറയുന്ന ഒരു ഭാര്യയെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ നമ്മുടെ ഭാര്യയുമായും അല്ലെങ്കിൽ നമ്മുടെ ഇണതുണകളുമായും ഒന്ന് ചേർത്ത് വായിച്ചു നോക്കുക. എന്താണ് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിശ്വാസത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ടോ, അതാണ് എന്റെ കുടുംബത്തിന്റെ അടിത്തറ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി എന്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന, എന്ന് ആചരിക്കുന്ന, എന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഇണതുണകളായിരുന്നു സ്വഹാബിമാർക്ക് ഉണ്ടായിരുന്നത്. സ്വഹാബിമാർക്ക് ചോദിക്കുന്നുണ്ട് അള്ളാഹു റസൂലിനോട്, യാ റസൂലല്ലാഹ്, അയ്യുൽ മാലി ഖൈർ, ഏറ്റവും നല്ല സമ്പത്ത് ഏതാണ് റസൂൽ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അഫ്ദലുഹു ലിസാനുൻ ദാകിർ, ഏറ്റവും നല്ലത് നനവുള്ള, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവാണ്. വഖൽബുൻ ഷാകിർ, ശേഷം നന്ദിയുള്ള ഒരു ഹൃദയമാണ്. അതിനുശേഷം പറയുന്നത് വസൗജതുൻ മുഅ്മിനതുൻ തുഈനുഹു അലാ ഈമാനി, നിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നിന്നെ സഹായിക്കുന്ന നിന്റെ ഭാര്യയാണ് മൂന്നാമതായി ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിജ്റയിൽ നിന്ന് നമുക്കുള്ള പാഠം, ഉമ്മു സലമമാരെ പോലെ ആവുക. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഭർത്താവിനെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പലിശയുമായി ബന്ധപ്പെടാൻ ഭർത്താവ് പോവുകയാണെങ്കിൽ പറഞ്ഞു തിരുത്താൻ കഴിയണം. നമുക്കത് വേണ്ട. ലോൺ എടുക്കൽ നമുക്ക് ആവശ്യമില്ല, ഇതിന്ന് നമുക്ക് ചേർന്നതല്ല. പലിശ എന്നാൽ അതൊരു വൻപാപമായി പഠിപ്പിക്കപ്പെട്ടതാണ് എന്ന് സ്വന്തം ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ ഭാര്യയ്ക്ക് കഴിയണം. ഭർത്താവ് സുബഹിന്റെ സമയത്ത് പള്ളിയിൽ പോകാതെ കിടന്നുറങ്ങുകയാണെങ്കിൽ വിളിച്ചുണർത്താൻ ഭാര്യയ്ക്ക് കഴിയണം. തന്റെ മകന്റെ ഭാഗത്ത് മകളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇസ്ലാമികമായി ചേർത്ത് നിർത്തി മതപരമായ തർബിയത്ത് നൽകി മക്കൾ വളർത്താൻ ഭാര്യമാർക്ക് സാധിക്കണം. ഇങ്ങനെ മാതൃകാ ദമ്പതിമാരാവാൻ ഹിജ്റ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹിജ്റ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠം, ഹിജ്റയ്ക്കുള്ള പെർമിഷൻ ലഭിച്ചപ്പോൾ തന്നെ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആജ്ഞ ലഭിച്ചപ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ ചോദിക്കുകയാണ് റസൂലിനോട്, റസൂലെ, ഞാൻ പോരട്ടെ താങ്കളുടെ കൂടെ? റസൂൽ തിരിച്ചു പറയുന്ന മറുപടി, ലാ തഅജൽ, താങ്കളൊന്ന് അടങ്ങും അബൂബക്കർ, അള്ളാഹുവിന്റെ കൽപ്പന പൂർണ്ണമായി ലഭിക്കട്ടെ, ധൃതിപ്പെടരുത് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ഉച്ച സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പോയി പറയാണ്, അനുവാദം കിട്ടിയിട്ടുണ്ട് അബൂബക്കർ, നമുക്ക് പോകാം. അബൂബക്കർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, യാ റസൂലല്ലാഹ് അസുഹ്ബത, റസൂലെ, ഞാനാണോ താങ്കളുടെ സഹചാരി, താങ്കളുടെ കൂടെ ഞാനാണോ വരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ റസൂൽ, നാം, അതെ അബൂബക്കർ, താങ്കളാണ് എന്റെ കൂടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തിരിച്ചു പറയുമ്പോൾ അദ്ദേഹം സന്തോഷം കൊണ്ട് കരയുന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ കരച്ചിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പ കരയുന്നത് കണ്ട് സന്തോഷം കൊണ്ടും ഒരാൾക്ക് കരയാമെന്ന് ഞാൻ ആദ്യമായി കണ്ടത് അപ്പോഴായിരുന്നു എന്ന് അവർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവർ ഹിജ്റയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമെന്നുള്ള ഭയം നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ ശത്രുക്കളെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വളർച്ചയിൽ, ഇസ്ലാമിന്റെ വേഗത്തിലുള്ള ഈ മുന്നോട്ട് പോക്കിൽ ഭയം കൊണ്ട് തന്നെ അവർ നേരത്തെ പ്ലാൻ ചെയ്യാണ്. റസൂലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഇസ്ലാമിന്റെ ഈ വളർച്ച വളരെ അപകടമാണ്.
ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ആലോചനാ കേന്ദ്രമായിട്ടുള്ള ദാറുൻ നദ്വയിൽ ചേർന്ന് അവരൊരു യോഗം ചേരുകയാണ്. എങ്ങനെയാണ് റസൂലിനെ തുരത്താൻ സാധിക്കുക, ഇല്ലാതാക്കാൻ സാധിക്കുക? അതിനുവേണ്ടി അവർ തന്ത്രങ്ങൾ എങ്ങനെയാണ്, കുറെ ഓപ്ഷൻസ് അവരുണ്ടാക്കി. ഒന്നാമത്തെ ഓപ്ഷൻ അവർ കണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബന്ധനസ്ഥനാക്കാം, കെട്ടിയിടാം, എവിടെയെങ്കിലും തളച്ചിടാം, ആരും കാണാതെ. പിന്നീട് അവർ ചർച്ച ചെയ്യാണ്, അല്ല അത് വേണ്ട, അങ്ങനെ എവിടെയെങ്കിലും കെട്ടിയിട്ട് കഴിഞ്ഞാൽ റസൂലിനെ തേടിക്കൊണ്ട് റസൂലിന് അപ്പുറമുള്ള റസൂലിന്റെ കൂടെയുള്ള സംഘമുണ്ടല്ലോ, അവർ സംഘടിക്കും, അവർ പ്ലാൻ ചെയ്യും, അവരുടെ ആളുകളുടെ എണ്ണം കൂടി കൂടി വരും, അവരുടെ നേതാവിനെ അവർ കണ്ടെത്തും. അതുകൊണ്ട് ആ ഓപ്ഷൻ വേണ്ട. രണ്ടാമത്തെ ഓപ്ഷൻ അവർ ആലോചിക്കുകയാണ്, റസൂലിനെ ഈ രാജ്യത്ത് നിന്ന് ബഹിഷ്കരിക്കാം, മറ്റൊരു നാട്ടിലേക്ക് നാട് കടത്താം എന്ന രണ്ടാമത്തെ ഓപ്ഷനിലേക്കായിരുന്നു പിന്നീട് അവർ പോയത്. പക്ഷെ അപ്പോഴും അവർ ആലോചിച്ചു, അത് വേണ്ട, റസൂലിനെ മറ്റൊരു നാട്ടിലേക്ക് എങ്ങാനും നമ്മൾ പലായനം ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ പോയി അത് വലിയൊരു സംഘമായി അവിടെ ആളുകളെ ഉണ്ടാക്കി ഇസ്ലാമിനെ വലുതാക്കി പിന്നീട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും വേണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അവർ എത്തുകയാണ്, റസൂലിനെ കൊല്ലാം, പൂർണ്ണമായും റസൂലിനെ വെട്ടി ഇല്ലാതാക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു ദിവസം രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ വളയാമെന്നവർ പ്ലാൻ ചെയ്യുകയാണ്. ഈ പ്ലാനിന്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരത്തെ വഹിയിലൂടെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഖുർആനിൽ കാണാൻ സാധിക്കും, വൈദ് യംകുറു ബിക അല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. നിങ്ങൾ പല ആലോചനകൾ ചെയ്യുന്നുണ്ടാവും. വൈദ് യംകുറു ബിക അല്ലദീന കഫറു, റസൂൽ നിന്നെ പറ്റി അവർ പല ആലോചനകളും ആലോചനകളും നടത്തുന്നുണ്ട്. ലിയുസ്ബിതൂക, നിന്നെ ബന്ധിക്കാൻ വേണ്ടി. രണ്ടാമതായി ഔ യഖ്തുലൂക, നിന്നെ വധിക്കുവാൻ വേണ്ടി. ഔ യുഖ്രിജൂക, നിന്നെ നാട് കടത്താൻ വേണ്ടി. എന്നാൽ വയം കുറൂന, അവർ തന്ത്രം പ്രയോഗിക്കുന്നുണ്ടല്ലോ. വയം കുറുല്ലാഹ്, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കാൻ സാധിക്കുന്നത് അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ വിവരം റസൂൽ അറിയുകയും റസൂൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. വഹിയിലൂടെ ഈ വാർത്ത അറിയുമ്പോൾ അങ്ങനെ റസൂലിന്റെ വീട്ടിൽ തന്റെ പിതൃപുത്രനായ അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ കിടത്തുകയാണ്. റസൂലിനോളം അവിടെ റസൂലിന്റെ അതേ പുതപ്പിൽ അതേ കിടക്കയിൽ പുതപ്പ് മൂടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു അവിടെ കിടക്കുകയാണ്. ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹു ചെറിയൊരു കുട്ടിയാണ്. 10ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച ഒരു ചെറിയ കുട്ടിയാണ് അലി. അദ്ദേഹം റസൂലിനെ വധിക്കുവാൻ വേണ്ടിയാണ് ശത്രുക്കൾ കോപ്പ് കൂട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും റസൂലിന്റെ കിടക്കയിൽ പുതപ്പ് പുതച്ചുകൊണ്ട് കിടക്കാൻ ധൈര്യം കാണിച്ച ഒരു ചെറിയ കുട്ടിയാണ് ഹിജ്റ നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം. പ്രിയപ്പെട്ടവർ, അങ്ങനെ തന്റെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് അവരവരെല്ലാം തയ്യാറായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും അവരുടെ യാത്ര തിരിക്കുകയാണ്. അവർ നേരെ പോയി അഭയം പ്രാപിക്കുന്നത് സൗർ ഗുഹയിലാണ്. അങ്ങനെ അന്ന് രാത്രി ആ വീട് വളഞ്ഞ ശത്രുക്കൾ പിന്നീട് രാവിലെ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, അവർ വധിക്കാൻ വേണ്ടി പോയപ്പോൾ അലിയെ കണ്ടപ്പോൾ ആകെ ജാള്യരാവാണ്, അവർ ആകെ ഇല്ലാതായി പോവാണ്. അവർക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു. ആ ദേഷ്യ നിമിത്തം അവർ മക്കയിലെ പല ഭാഗങ്ങളിലേക്കും പോയി റസൂലിനെ തെരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പോയി അവർ എത്തുന്നത് സൗർ ഗുഹയുടെ അടുക്കലേക്കാണ്. അവിടെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവിടെ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ കാലടിപ്പാടുകൾ തങ്ങൾ താമസിക്കുന്ന ഗുഹയുടെ തൊട്ടടുത്ത് വരെ എത്തി എന്നറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കരമായി പേടിക്കുന്നുണ്ട്. അത് റസൂലിന് ചോദിക്കുക, റസൂലെ അവർ നമ്മൾ എങ്ങാനും കാണോ റസൂലെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഉണ്ട്. മാ ലന്നുക ബിത്നൈൻ, രണ്ടാളുകളെ പറ്റി നീ എന്താണ് അബൂബക്കർ വിചാരിച്ചിട്ടുള്ളത്? അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ പറ്റി താങ്കൾ എന്താണ് അബൂബക്കർ ചിന്തിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലുള്ള വലിയ തവക്കുലിന്റെ മാതൃക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ യാത്ര അങ്ങനെ മുന്നോട്ട് പോയി. അള്ളാഹുവിന്റെ ഒരുപാട് കാരുണ്യം ആ യാത്രയിൽ അവർക്ക് അനുഭവിക്കുകയാണ്. ശത്രുക്കളുടെ ഒരുപാട് തന്ത്രങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചകൾ നമുക്ക് ആ യാത്രയിൽ ഉടനീളം കാണാൻ കഴിയും. കാരണം ഒരു കൂട്ടായ്മയുടെ വിജയമായിരുന്നു ആ ഹിജ്റ. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള 400 കിലോമീറ്ററോളം വരുന്ന, അതിലധികം വരുന്ന ആ ദൂരം അവർ യാത്ര ചെയ്യുന്നത് കാൽനടയായിക്കൊണ്ടായിരുന്നു. അവർ പോകുന്ന ആ പോക്കിൽ ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ടായിരുന്നു. അലി റളിയല്ലാഹു എന്ന ചെറിയ കുട്ടി ആദ്യമായി അവരെ സഹായിച്ചു. ശേഷം ആ യാത്രയിൽ ഉടനീളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ ആ യാത്രയിൽ പ്രവാചകന്റെ കൂടെയല്ല സഞ്ചരിക്കുന്നത്, മറിച്ച് റസൂലിനെ ചുറ്റിയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവർ നടക്കുന്ന നടത്തത്തിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് ഇടയ്ക്ക് ഏറ്റവും മുമ്പിൽ ഉണ്ടാവും, പിന്നീട് അബൂബക്കർ ഏറ്റവും ബാക്കിലേക്ക് വരും, പിന്നീട് സൈഡിലേക്ക് വരും. എല്ലാ ഭാഗത്തേക്കും അദ്ദേഹം ഓടി നടക്കുമായിരുന്നു. കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിന്റെ റസൂലെ എന്റെ മേലെ ഒരു ആക്രമണം വന്നിട്ടല്ലാതെ, എന്റെ നെഞ്ചത്തിൽ അമ്പ് തറച്ചിട്ടല്ലാതെ റസൂലിന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച പ്രതിജ്ഞയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല അസ്മ റളിയല്ലാഹു അൻഹ, ഇവർ പോകുന്ന പോക്കിൽ അവർക്ക് ഭക്ഷണം വേണമല്ലോ, ആ ഭക്ഷണമെല്ലാം തയ്യാറാക്കി കൊടുത്തിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായിട്ടുള്ള അസ്മ റളിയല്ലാഹു അൻഹയായിരുന്നു. അവർ ഗർഭിണിയായിരുന്നു.
അസ്മ ഗർഭിണിയായിരിക്കെ തന്നെ തന്റെ ഉപ്പയും റസൂലും യാത്ര പുറപ്പെട്ടപ്പോ ആ യാത്രയിൽ കുറഞ്ഞൊരു ദൂരം അവർക്ക് വേണ്ടി ഭക്ഷണമെല്ലാം പാകം ചെയ്ത് അവരുടെ യാത്രയെ പിന്തുടർന്ന് അവർക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തിരുന്നത് അസ്മ റളിയല്ലാഹു അൻഹയായിരുന്നു. അങ്ങനെ ഒരു തവണ അവർ കൊണ്ടുപോകുന്ന സമയത്ത് അത് കെട്ടിപ്പോകുന്ന ആ കെട്ടഴിയുന്നുണ്ട്. ആ കെട്ടഴിഞ്ഞപ്പോൾ തന്റെ അരയിലുള്ള ആ പട്ട എടുത്തുകൊണ്ട് അത് രണ്ടായി ഭാഗിച്ച് ഒന്ന് ഭക്ഷണത്തിന്റെ പൊതിയാക്കിയും ഒന്ന് വെള്ളത്തിന്റെ പൊതിയാക്കിയും മാറ്റി. അങ്ങനെ രണ്ട് പട്ടയാക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഇരട്ട പട്ടക്കാരി ദാത്തു നിത്താഖൈൻ എന്ന പേര് അസ്മ റളിയല്ലാഹു അൻഹയ്ക്ക് പിന്നീട് ചരിത്രത്തിൽ ഒരു നാമപ്പേര് വരികയാണ്. മാത്രമല്ല ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു, ആമിർ എന്ന പേരുള്ള ഒരു ആട്ടിടയൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ബാക്കിയുള്ള സമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും മാത്രമല്ല അവർ പോകുന്ന സമയത്ത് അവരുടെ കാൽപ്പാടുകളെല്ലാം പിന്നാലെ നടന്നിങ്ങനെ മായ്ക്കുന്ന പണിയായിരുന്നു ഈ ആമിർ ചെയ്തിരുന്നത്. മാത്രവുമല്ല അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന പേരുള്ള ഒരു മുശ്രിക് ഉണ്ടായിരുന്നു, വിശ്വാസി അല്ലാത്തൊരു വ്യക്തി. അദ്ദേഹത്തിനെയും നേരത്തെ കണ്ടുകൊണ്ട് പ്ലാൻ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് ആ യാത്രയിൽ തന്നെ വഴികാട്ടിയായി നിയോഗിച്ചതും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ശൂറയുടെ വിജയമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ. എല്ലാവരും അവരവരുടേതായ ഭാഗങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിനും അടിസ്ഥാനമാകിയ ഒരു ചരിത്രമാണ് ഹിജ്റയ്ക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഹിജ്റ നമുക്ക് നൽകുന്ന പാഠങ്ങൾ, സമവായ ചർച്ചകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും വഴങ്ങിയില്ല എന്നുള്ളതാണ്. ഈ ഹിജ്റയ്ക്ക് പോകുന്നതിന് മുമ്പ് ഖുറൈശികളായ ആളുകളോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് പറയുന്നുണ്ടല്ലോ, എന്നാൽ ഞങ്ങളുടെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെയാണ് ആരാധിക്കുന്നത്. ഈ ലാത്തയും ഉസ്സയൊക്കെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്താം, ഞങ്ങൾ താങ്കൾ ഒരിക്കലും ആക്രമിക്കുകയില്ല താങ്കൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. കണ്ടീഷൻ ഇതാണ്, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധനാ വസ്തുക്കളെ താങ്കൾ ഒരിക്കലും കുറ്റം പറയാൻ നിൽക്കരുത്, അതിന് ധിക്കരിക്കാൻ നിൽക്കരുത്. താങ്കൾക്ക് താങ്കളുടെ മതമായിട്ട് അങ്ങനെ പോവാം, ഞങ്ങൾ ഞങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ പോകും. ഇടയ്ക്കൊന്ന് ആ ലാത്തയും ഉസ്സയെ കാണുമ്പോൾ അതിനെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് കൈവക്കി കാണിച്ചാൽ മതി. നിങ്ങൾ തൊഴുത് ആരാധിച്ച് സുജൂതിയൊന്നും വേണ്ട, മറിച്ച് ഇടയ്ക്കൊന്ന് കൈവക്കി കാണിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവർ വെക്കുന്നുണ്ട്. ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു സമയത്താണ് സൂറത്തുൽ കാഫിറൂൻ അവതരിക്കുന്നത്. കാഫിരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരോട് പറയുന്നത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഒരിക്കലും ഞാൻ ആരാധിക്കുകയില്ല എന്ന് അള്ളാഹു റസൂലോട് പറയാണ്. ഏറ്റവും അവസാനമായി വലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ്, നിങ്ങൾക്ക് അങ്ങനെ അനുസരിച്ച് പോകാം, എനിക്ക് എന്റെ മതവുമാണ് എന്ന് പറഞ്ഞ് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് നിൽക്കാത്ത ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇഖ്ലാസിനുള്ള വലിയ പാഠമാണ് ഹിജ്റ നമുക്ക് നൽകുന്നത്. ഏറ്റവും നല്ല നിയ്യത്തിൽ കറകളഞ്ഞ വിശ്വാസത്തോടുകൂടിയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഹിജ്റയ്ക്കുള്ള യാത്ര പുറപ്പെടുന്നത്. അവർ പോകുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഏക നിയ്യത്ത് എന്നുള്ളത്, അത് നാളെ ഞങ്ങളുടെ വിശ്വാസത്തിന് യാതൊരു പോറലുണ്ടാകാൻ പാടില്ല, തൗഹീദ് അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നത് അതിനൊരു പ്രശ്നം ഉണ്ടാകാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഇവിടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെയുള്ള കുടുംബമോ സമ്പത്തോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പലായനം ചെയ്യണോ അതിന് ഞങ്ങൾ തയ്യാറാണ്, എന്ത് ത്യാഗവും അനുഭവിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് നല്ല നിയ്യത്തിലാവണം. അതല്ലാതെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പള്ളിക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമ്പത്ത് ദാനം ചെയ്യുന്നുണ്ട്, അതൊക്കെ നാലാൾ അറിയാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനും വേണ്ടിയാണെങ്കിൽ പിന്നെ ആ ചെയ്യുന്ന കർമ്മങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടതില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് രഹസ്യമായി ചെയ്യാനും ആ നന്മകളുടെ പൂർണ്ണമായ പുണ്യം നേടിയെടുക്കാനുമുള്ള ശ്രദ്ധ നമുക്ക് ഇവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, തൗഹീദിനോടുള്ള സ്നേഹമായിരുന്നു. ജീവിതത്തിൽ എത്ര പ്രിയപ്പെട്ടതായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കിയായിരുന്നു ഹിജ്റ യാത്ര പുറപ്പെട്ടത്. ഒരു സമ്പന്നനായ വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹം തനിക്കുണ്ടായിരുന്ന എല്ലാ സമ്പത്തും ഒഴിവാക്കി ഹിജ്റയ്ക്കുള്ള യാത്ര പുറപ്പെടുകയാണ്. ആ യാത്ര പുറപ്പെടുമ്പോൾ താൻ ഇട്ട വസ്ത്രം പോലും അഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നു. അങ്ങനെ തന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പുതപ്പ് മാത്രം എടുത്ത് ആ പുതപ്പിനെ രണ്ടായി ഭാഗിച്ച് അതിൽ ഒന്ന് ഉടുക്കാനും മറ്റത് പുതയ്ക്കാനും എടുത്തുകൊണ്ട് ആ യാത്ര അദ്ദേഹം മരുഭൂമിയുടെ യാത്രയും ചരിത്രവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു യാത്ര പുറപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ മക്കയുടെ ബോർഡർ എത്തുന്ന സമയത്ത് ഹസ്വറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്തിയപ്പോ അള്ളാഹു റസൂൽ അല്പം തിരിഞ്ഞു നിന്ന് മക്കയെ അഭിമുഖീകരിക്കുന്ന രൂപത്തിൽ പറയുന്നുണ്ട്, ഒരു വർത്തമാനമുണ്ട്. അലിംതു അന്നകി ഖൈറു അർദില്ല, മക്കയോട് പറയാണ്, മക്ക എനിക്കറിയാം അള്ളാഹു ഈ ഭൂമിയിൽ ഏറ്റവും നല്ലതായിക്കൊണ്ട് പറഞ്ഞ സ്ഥലം എന്നത് ഈ മക്കയാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലവും ഈ മക്കയാണ് എന്ന് എനിക്കറിയാമെന്ന് മക്കയുടെ മുഖത്ത് നോക്കി പറയാണ്. എന്നെ ഈ കുടുംബം, ഈ മക്കയിലുള്ള ആളുകൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ
ഞാൻ ഇവിടുന്ന് ഒരിക്കലും പോകുമായിരുന്നില്ല എന്ന് മക്കയോട് നോക്കി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്രമേൽ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആ പ്രദേശത്തെ പോലും ഒഴിവാക്കിക്കൊണ്ട് തൗഹീദ് എന്ന ഒരേ ഒരു വിശ്വാസത്തെ അടിയറവ് വയ്ക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അവർ യാത്ര പുറപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോടുള്ള സ്നേഹമായിരുന്നു മറ്റൊന്ന് നമ്മളിവിടെ കാണുന്നത്. എന്തുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞോ എങ്കിൽ എനിക്കത് മതി എന്ന് വിശ്വസിക്കുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരുന്നു അള്ളാഹു റസൂലിന് കൂടെ ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹു ചരിത്രം പറഞ്ഞു, ചെറിയ കുട്ടിയായിരിക്കെ പോലും ആ പുതപ്പിൽ കിടന്നുറങ്ങണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ പണയം വെച്ച് പോലും റസൂലിന് ചുറ്റും കാവലായി ആ യാത്രയിൽ ഉടനീളം പോകണമെങ്കിൽ, ഗർഭിണിയായിരുന്നിട്ട് പോലും അസ്മാ റളിയല്ലാഹു അൻഹ തന്നെ ഏൽപ്പിച്ച പണി വൃത്തിയായി ചെയ്യണമെങ്കിൽ അവർക്കെല്ലാം ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളാണ്. ഹദീസ് കാണാൻ സാധിക്കും, ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. ശേഷം അല്ലാഹു റസൂൽ പറയാണ്, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ രക്ഷിതാക്കളിലാവട്ടെ, നിങ്ങളുടെ മക്കളിലാവട്ടെ, ഈ ഭൂമിയിലുള്ള ഏത് വലിയ മനുഷ്യരിലാവട്ടെ, അവരെക്കാളൊക്കെ സ്നേഹം നിങ്ങൾക്ക് എന്നെ ആയിരിക്കണം. നമ്മുടെ സ്നേഹം ആരോടാണ്? നമ്മളൊക്കെ ആരെയൊക്കെ സ്നേഹിക്കുന്നത്? നമുക്ക് നമ്മുടെ മക്കൾ കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഉള്ളൂ, നമുക്ക് നമ്മുടെ ഭാര്യമാർ കഴിഞ്ഞിട്ട് മറ്റെന്തോ ഉള്ളൂ, അല്ലെങ്കിൽ ഭാര്യമാർക്കാണ് ഈ ഭർത്താക്കന്മാർ കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഉള്ളൂ. എന്നാൽ അതല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല ഏതുവരെ? മറ്റെന്തിനേക്കാളും മറ്റാരെക്കാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് വരെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നമുക്കുണ്ടോ? ആ കൽപ്പന നമുക്ക് മറ്റൊന്നിനും തടസ്സമാവരുത്. നമ്മുടെ കുടുംബം ഒരു പ്രശ്നമായി നിൽക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് താടി വയ്ക്കുക എന്നതൊരു സുന്നത്താണ്, ഒരു പ്രബലമായ സുന്നത്താണ്. ആ താടി വയ്ക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് വലിയ മോശം അഭിപ്രായം വരികയാണ് എങ്കിലും അതൊരു പ്രശ്നമാവില്ല. നമുക്ക് അവരത് ബോധ്യപ്പെടുത്താൻ സമവായത്തോടു കൂടി ഹിക്മത്തോടുകൂടി ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കാരണം അത് റസൂലിന്റെ കൽപ്പനയാണ്. ഹിജാബ് അണിയുമ്പോൾ അല്ലെങ്കിൽ പൂർണ്ണമായും തന്റെ ശിരസെല്ലാം മറയ്ക്കുന്ന സമയത്ത് തന്റെ കുടുംബത്തിൽ നിന്നും ഒരു തെറ്റായ വാക്ക് കേൾക്കുകയാണ്. ഈ ഒരു കാലത്ത് നീ ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് നടന്നോ, ഇങ്ങനെ പുതച്ചൊക്കെ നടന്നോ എന്ന് സഹോദരിമാരോട് ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അവിടെ തളരേണ്ട ആളുകളല്ല നമ്മൾ. ഈ ഹിജാബ് എന്നത് ഇത് അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. മുഖവും മുൻകൈ ഒഴികെ ബാക്കി എല്ലാം മറയ്ക്കണമെന്നതും അത് മറയ്ക്കേണ്ടതുപോലെ മറയ്ക്കണമെന്നതും ഞങ്ങളോടുള്ള കൽപ്പനയാണ്. പിന്നെ ഈ മറയ്ക്കുന്നതിൽ അഭിമാനം കൊള്ളുകയല്ലാതെ മറ്റേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കാൻ സഹോദരിമാർക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന എവിടെയെല്ലാം ഉണ്ടോ അത് ആദ്യമായി അതിന് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് ഇവർക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സുന്നത്തിനെ ഏറ്റെടുക്കുന്ന പ്രവാചകന്റെ ഈ ഒരു യാത്രയിൽ തവക്കുലിന് അതിനോളം പ്രാധാന്യമുണ്ട്. എല്ലാം നേരത്തെ റെഡിയാക്കിയിരുന്നു. മറിച്ചുകൂടി യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നേരത്തെ യോഗങ്ങൾ ചേർന്ന് അതിന് പ്ലാൻ ഉണ്ടാക്കി എല്ലാവരെയും ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോയ ഒരു പ്ലാൻഡ് ആയ യാത്രയായിരുന്നു ഹിജ്റ. അങ്ങനെ ആയിരിക്കും നമ്മുടെ ജീവിതവും. അല്ലാതെ ലക്ഷ്യബോധമില്ലാതെ നൂലഴിച്ചുവിട്ട പട്ടം പോലെ അങ്ങനെ പറക്കുന്ന ആളുകളല്ല നമ്മൾ. ഓരോ ദിവസവും നമുക്ക് പ്ലാൻ ഉണ്ടാവണം. രാവിലെ എപ്പോഴാണ് സുബഹി നമസ്കാരം, അതിനുശേഷം ലോഹറിന്റെ സമയം എപ്പോഴാണ്, അസർ എപ്പോഴാണ്, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഇബാദത്തുകൾ, അതിലൊരു ചിട്ട ഉണ്ടാവണം, പ്ലാൻ ഉണ്ടാവണം. എല്ലാം തവക്കുലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഹിജ്റയുടെ എല്ലാ പാഠങ്ങളും ഓരോന്നും ഏറ്റെടുത്ത് പ്രാക്ടിക്കലാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഹിജ്റയുടെ എല്ലാ പാഠങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഷഹറുല്ലാ എന്നറിയപ്പെടുന്ന ഒരു മാസത്തിലാണ് നാം ഏവരും ഉള്ളത്. മുഹറം മാസം അത്രമേൽ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യം അറിയിക്കപ്പെടുന്ന ഒരു മാസമാണ്. 2 പ്രധാന നോമ്പുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തിൽ നമ്മളിലേക്ക് വരുന്നത്. ആശൂറ എന്നും താസുഅ എന്നും പേരുള്ള 2 നോമ്പുകൾ. മുഹറം 9-നും 10-നുമാണ് 2 പ്രധാനപ്പെട്ട ആ നോമ്പുകൾ കടന്നു വരുന്നത്. ജാഹിലിയത്തിൽ ഖുറൈശികൾ ഈ ആശൂറ നോമ്പ് അവർ നോറ്റിരുന്നു. മുഹറം 10-ന്റെ നോമ്പ് ജാഹിലിയ കാലത്ത് ഖുറൈശികൾ നോറ്റിരുന്നു. അവർ നോറ്റതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശീലം തുടർന്നിരുന്നു. കാരണം അവർ നോൽക്കാനുണ്ടായ കാരണം മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ഫിർഔനിൽ നിന്നും രക്ഷ നേടിയ, അവർ വിജയിച്ച അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ടാണ് ആ നോമ്പ് അവർ നോറ്റിരുന്നത്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോൾ അതിന് ശേഷം പറയുന്നുണ്ട്, അടുത്തൊരു വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് മുഹറം 9-ന്റെ നോമ്പ് കൂടി ഞാൻ നോൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ആശൂറാവിന്റെയും താസുഅവിന്റെയും പ്രാധാന്യം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ, മുഹറം 10-ന്റെ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അവർക്ക് പൊറുക്കപ്പെടുമെന്നതും ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ആ നോമ്പിനെ പറ്റി നമ്മൾ ജാഗ്രത പാലിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മുഹറം 9-ഉം 10-ഉം യഥാക്രമം വരുന്നത്. മുഹറം 10-ന്റെ നോമ്പ് നിർബന്ധമായി നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊരു വാശി നമ്മൾ കാണിക്കണം.
കാരണം റമദാനിലെ നോമ്പുകൾ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പ് അത് മുഹറം 10 നോമ്പാണ് എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ കാണുക. ഇത്തരം സുന്നത്ത് നോമ്പുകളുടെ അവസരങ്ങൾ വരുമ്പോൾ അതിന് ലാഘവത്തോടു കൂടി കാണാതെ വ്യാഴവും വെള്ളിയും അള്ളാഹു റസൂൽ പറഞ്ഞത് റസൂലിന്റെ അവസാനത്തെ സമയമായതുകൊണ്ട് തന്നെ അടുത്തൊരു വർഷക്കാലം കൂടി ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ 9ഉം 10ഉം എടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അള്ളാഹു റസൂൽ ആ സമയമായപ്പോഴേക്കും മരണപ്പെടുകയാണുണ്ടായത്. അതുകൊണ്ട് നമുക്ക് വലിയ മാതൃകയുണ്ട്. റസൂലിന്റെ ആ വാക്കാണ് നമുക്ക് മാതൃക. റസൂലിന്റെ മൗനം പോലും മാതൃകയാക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ആ നോമ്പ് സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന നിലയ്ക്ക് അടുത്ത വ്യാഴവും വെള്ളിയും ഇൻഷാ അല്ലാഹ് ആ നോമ്പ് നോൽക്കുവാൻ എല്ലാവരും കൂടി ശ്രദ്ധിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് അള്ളാഹുവിന്റെ തൗഹീദിനെ വഹദാനിയത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ മുൻഗാമികൾ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും ഒരു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹോസ്പിറ്റലിന്റെ പരിസരത്താണ് നമ്മളുള്ളത്. വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങളുള്ള എത്രയോ അധികം ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവർക്കെല്ലാം ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവർക്കെല്ലാം അള്ളാഹു ഉദവിയും തുറവയും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുജാഹിദീന ഫി കുല്ലി മകാൻ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.